ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമല്ലേ? അപ്പം നമുക്കിന്നൊരു ഐസ്ക്രീം ചാലഞ്ച് ആകാമേ. അപ്പോൾ ഇതാ ഇത്ര ഐസ്ക്രീമാണ് നമുക്കുള്ളത്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഐസ്ക്രീം ചാലഞ്ച് ചെയ്താലോ? അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഐസ്ക്രീം നമ്മുടെ കയ്യിലുള്ളതന്നെ. ഒന്ന് ഈ അരുൺ ഐസ്ക്രീം ഷേക്ക് ആണുള്ളത്. ഓക്കെ, സ്ട്രോബെറി ഫ്ലേവർ ആണേ. ഇത് ഡോണറ്റ് ആണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ചാലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ ഐസ്ക്രീം ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ഫസ്റ്റ് ഈ ഷേക്ക് ഒന്ന് ട്രൈ ചെയ്താലോ? ഇതിന് 40 റുപ്പീസാണ് ഉള്ളത്. കൊള്ളാം, നല്ലൊരു സ്ട്രോബെറി ഫ്ലേവർ ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? ഒരു നമുക്ക് 8 ഒക്കെ കൊടുക്കാം. 10 ഒരു 8 കൊടുക്കാം. ഉണ്ണിക്കുണ്ട് എത്ര മാർക്ക് കൊടുക്കും? 100. ഇഷ്ടപ്പെട്ടോ? ഐസ്ക്രീം കുറേ നാളായി കഴിച്ചിട്ട്, അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ഈ ഒരു ഡോണറ്റിൻ്റെ ഐസ്ക്രീം എങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് മാർക്ക് പറയാം. ഇതിന് നമുക്ക് എത്ര രൂപയാണ്? ഇതിന് റേറ്റ് വരുന്നത് എനിക്ക് 5 10 സംതിങ് ആണ് തോന്നുന്നല്ലോ. 10 രൂപ ഡോണറ്റ് ആയതുകൊണ്ട് 10 രൂപ കേട്ടോ. നമുക്ക് കുടിക്കാം. അപ്പം ഫസ്റ്റ് ഉണ്ണിക്കുട്ടിന് കൊടുക്കാം. എന്നിട്ട് എത്ര മാർക്ക് കഴിഞ്ഞ് എത്ര കൊടുക്കുന്നതാണ് നമ്മുടെ ഈ ചോക്കോബാറിൻ്റെ അത് പുറത്ത് വെച്ചിട്ട് അകത്ത് ചോക്ലേറ്റ് ക്രീം ആ ഒരു ഇതാ. അപ്പോൾ ഇതിനൊരു 10 ആ ഒരു ഇതേ ഉള്ളൂ, പ്രത്യേകിച്ച് വലിയൊരു ടേസ്റ്റ് ഒന്നുമില്ല. കുഴപ്പമില്ല. ഒരു 6 കൊടുക്കാം. 10 6 കൊടുക്കാം. ഉണ്ണിക്കുട്ടിന് എത്ര കൊടുക്കും? 10 100 കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് അടുത്തത് ചോക്കോ ആൻഡ് ടോഫി ഫ്ലേവേർഡ് ഐസ്ക്രീമാണ് അരുണിൻ്റെ തന്നെ. അതിൻ്റെ ഐസ്ക്രീമൊക്കെ നല്ല അത്യാവശ്യം നല്ല ഐസ്ക്രീമാണ്. കുഴപ്പമില്ല. ഞാൻ അത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതായത് ഇപ്പം പൊട്ടിയിരിക്കുവാണേ. കുറച്ച് നേരം വായത് കൊണ്ടുവന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു അരിഞ്ഞു പോയിട്ടുണ്ട് സാധനം. ഇതിന് നമുക്ക് ഇതിനും ഒരു 6 കൊടുക്കാം. കുഴപ്പമില്ല. നമുക്ക് അടുത്തത് ചോക്കോ ആൻഡ് ലിച്ചി ഫ്ലേവർ. ലിച്ചി എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്. അപ്പം ലിച്ചിയുടെ എത്രത്തോളം ടേസ്റ്റ് വരുന്നത് നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. ചോക്കോ ആൻഡ് ലിച്ചിയാണ്. അപ്പം നമുക്കൊന്ന് ശ്രദ്ധിച്ച് പൊട്ടിക്കാൻ പറ്റും. എൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അലിഞ്ഞ് കല്ലോട്ട് വരും. മൊത്തത്തിൽ വായിലോട്ട് വെച്ച് കൊടുത്തു. അങ്ങനെ ശരിയാവില്ല. കുഴപ്പമില്ല. കുറച്ച് നേരം ആയതുകൊണ്ട് വലിയ തണുപ്പില്ല. നമുക്ക് ചാടുന്നൊക്കെ ഉണ്ട്. ഇത് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് കഴിച്ചോളൂ, നല്ല ഇഷ്ടപ്പെട്ടു. ഒരു 9 ഒക്കെ കൊടുക്കാം. അപ്പോൾ ഫൈനലി നമുക്ക് കോട്ടൺ ക്യാൻഡി ഫ്ലേവർ ഒന്ന് ട്രൈ ചെയ്താലോ? ഇതെന്തായാലും 2 മേടിച്ചുകൊണ്ട് 2 ട്രൈ ചെയ്യാം. ഒരാളോട് ഉണ്ട് കൊടുക്കണം, അതുകൊണ്ടാണ് ഞങ്ങൾ ഒരെണ്ണം വെച്ച് ട്രൈ ചെയ്തത്. അതപ്പോൾ ഉണ്ണിക്കുട്ടൻ പൊട്ടിച്ചോ. ഇതാകുമ്പോൾ പൊട്ടിക്കാം. ഞങ്ങൾ പൊട്ടിച്ചേരാം. അപ്പോൾ ഇതൊരു ഇതായിരുന്നു ക്യാൻഡി, കോട്ടൺ ക്യാൻഡി ഫ്ലേവർ ആട്ടോ. കോട്ടൺ ക്യാൻഡി ഞാൻ അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, ട്രൈ ചെയ്യാം. ഒരു വെറൈറ്റി അല്ലേ ഇത്. എന്തായാലും ഇപ്പോൾ താഴെ വീഴുമെന്ന് തോന്നുന്നു. ഇത് അരിഞ്ഞു പോയി സാധനം. കോട്ടൺ ക്യാൻഡി കുഴപ്പമില്ല, നല്ല ഫ്ലേവറാണ്. ഒരു വെറൈറ്റി ഫ്ലേവർ. ഈ വാനില ചോക്ലേറ്റ് അതൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. സ്ട്രോബെറി ഈ കോട്ടൺ ക്യാൻഡിയുടെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. നമുക്കൊരു 9 കൊടുക്കാം. 9.5 ഒക്കെ കൊടുക്കാം. കൊള്ളാം. അപ്പം ഐസ്ക്രീം കഴിച്ചിട്ട് കുറേ നാളായി. പനി പിടിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് ഷെയർ എല്ലാം ചെയ്തേ. ബൈ. അടുത്ത വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും. ബൈ. ടേക്ക് കെയർ. ബൈ.